വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ഇന്ന് നമ്മൾ പുതിയൊരു ഡ്രാമ തുടങ്ങിയാണ്. സ്കൂൾ ഡ്രാമ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ളത്. കുറേയധികം ആളുകൾ റിക്വസ്റ്റ് ചെയ്ത അവർ സീക്രട്ട് എന്ന ചൈനീസ് ഡ്രാമയാണ് നമ്മൾ തുടങ്ങുന്നത്. സ്കൂൾ കോളേജ് ലൈഫിലെ പ്രണയവും സൗഹൃദവും ഒക്കെ ഉൾപ്പെട്ട നല്ലൊരു ഫീൽ ഗുഡ് ഡ്രാമയാണിത്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. അവർ സീക്രട്ട് എന്ന ഡ്രാമയുടെ ആദ്യത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പുതിയ കോളേജിൽ അഡ്മിഷൻ കിട്ടി ജോയിൻ ചെയ്യാനായി പെട്ടിയുമായി നടന്നു വരുന്ന ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. ഈ പെൺകുട്ടിയാണ് നമ്മുടെ ഹീറോയിൻ ദിങ്ഷിയാൻ. സാധാരണ പെൺകുട്ടികളെല്ലാം ലേഡീസ് ഹോസ്റ്റലിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ദിങ്ഷിയാൻ വന്നത് ബോയ്സ് ഹോസ്റ്റലിലേക്കാണ്. ആരുടെയും അനുവാദത്തിനൊന്നും കാക്കാതെ അവൾ ഇടിച്ചു കയറി അകത്തേക്ക് ചെന്നെങ്കിലും പുറത്തിരിപ്പുണ്ടായിരുന്ന വാർഡൻ അവളെ തടയുന്നു. ഞാൻ ഒരാളെ കാണാൻ വന്നതാണ്, കണ്ടിട്ട് മടങ്ങിക്കോളാമെന്ന് അവൾ പറഞ്ഞു നോക്കിയെങ്കിലും അവർ സമ്മതിക്കാതെ അവളെ തിരിച്ചയക്കുന്നു. പിന്നെ നമ്മുടെ ദിങ്ഷിയാൻ ഒട്ടും മടിച്ചില്ല. പുറത്തേക്ക് ഇറങ്ങി വന്ന് മുകളിൽ ഹോസ്റ്റലിനുള്ളിലേക്ക് നോക്കി താൻ തിരക്കി വന്നയാളുടെ പേര് വിളിച്ച് അവനോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുന്നു. ഒരു പെൺകുട്ടി ഒരു കൂസലുമില്ലാതെ ഒരു ആൺകുട്ടിയെ ഹോസ്റ്റലിൻ്റെ വാതിൽക്കൽ നിന്ന് ഉച്ചത്തിൽ വിളിക്കുന്നത് കേട്ട് അതുവഴി പോകുകയായിരുന്ന മറ്റു കുട്ടികളൊക്കെ അവൾക്ക് ചുറ്റും കൂടുന്നുണ്ട്. ഞാൻ നിന്നെ തിരക്കി വന്നതാണ്, നീ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ അകത്തേക്ക് കയറി വരും എന്ന് പറഞ്ഞ് അവൻ്റെ പേര് വിളിച്ച് അവൾ ഉച്ചത്തിൽ പറയുന്നു. അവിടെ കൂടിയവരിൽ ആരോ അത് ഫോണിൽ ലൈവായി വീഡിയോ എടുത്ത് വിടുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് പുറത്തെവിടെയായിരുന്ന അവൾ തിരക്കൊണ്ടിരുന്ന ജോസിയെ ഓടി അവിടെ എത്തുന്നു. ദിങ്ഷിയാൻ അന്വേഷിച്ചു വന്ന അവളുടെ സ്കൂൾമേറ്റും ഫ്രണ്ടുമൊക്കെയായ ജോസിയെയാണ് നമ്മുടെ ഹീറോ. അവൻ അവളെ തിരക്കൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൊണ്ടിരുത്തി കുടിക്കാൻ ഡ്രിങ്ക്സൊക്കെ നൽകിയിട്ട് അവൾക്കടുത്തായി വന്നിരിക്കുന്നു. ദിങ്ഷിയാൻ്റെ മുഖത്ത് അവനെ കണ്ടതിൻ്റെ സന്തോഷം തെളിഞ്ഞു കാണാമെങ്കിലും അവന് അത്ര സന്തോഷമൊന്നും ഉള്ളതായി തോന്നില്ല. കുറച്ച് സമയമായിട്ടും അവനൊന്നും സംസാരിക്കാതെ ഇരിക്കുന്നതിനാൽ അവൾ തന്നെ സംസാരിച്ചു തുടങ്ങുന്നു. കുറച്ച് നാളായി നീ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നതും മെസ്സേജിന് റിപ്ലൈ തരുന്നതൊന്നുമില്ലല്ലോ. നീ എന്നെ കാണാൻ വരില്ലായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ എപ്പോഴെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നവൾ ചോദിക്കുന്നു. അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ആരുമായും ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ എനിക്കൊരു ഉദ്ദേശവുമില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി, നീ മടങ്ങിപ്പോകാൻ നോക്ക്. എന്നെ അന്വേഷിച്ച് വീണ്ടും വരാതെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ നോക്ക് എന്ന് പറഞ്ഞവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും അവൾ അവനെ പുറകിൽ നിന്ന് പിടിച്ചു നിർത്തുന്നു. നമ്മൾ ഹാക്കിംഗ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരുമിച്ച് വരാമെന്ന് പ്രോമിസ് ചെയ്തിരുന്നല്ലേ, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. നീ എപ്പോഴെങ്കിലും എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് മാത്രം എനിക്കൊന്ന് അറിഞ്ഞാൽ മതി എന്നവൾ പറയുന്നു. അതിത്ര പ്രധാനമാണോ? നമുക്ക് രണ്ടുപേർക്കും നമ്മുടേതായ ജീവിതമുണ്ട് എന്ന് പറഞ്ഞവൻ തിരിഞ്ഞു നിന്നപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ച് അവൾ ബാഗിൽ നിന്ന് ഒരു റോബോട്ടിൻ്റെ പാവയെടുത്ത് അവന് നൽകിയിട്ട് നിനക്ക് എൻ്റെ സീക്രട്ട് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. അതിന് മറുപടി പറയാതെ സമയം ഒരുപാട് വൈകി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ ആ റോബോട്ടുമായി പോകുന്നു. മുറിയിലെത്തി ഫ്രീ ആയപ്പോൾ അവനത് ഓണാക്കുന്നുണ്ട്. അതിൻ്റെ ഡ്രസ്സിനുള്ളിൽ നിന്ന് അവനൊരു ചെറിയ പേപ്പർ കിട്ടുന്നു. അതിലൊരു പാസ്വേഡ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അവൻ ആ പാസ്വേഡ് ട്രൈ ചെയ്ത് നോക്കുന്നു. അതിൽ സ്കൂൾ യൂണിഫോം ധരിച്ച ഒരു പെൺകുട്ടിയുടെ ആനിമേഷൻ ചെയ്തിരിക്കുന്നത് കണ്ട് അവൻ എന്തോ ഓർത്ത് പുഞ്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ അവൻ കമ്പ്യൂട്ടറിൽ ചെയ്തിട്ടിരുന്ന മറ്റൊരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്നുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള ഓർമ്മകളായിരുന്നു അതിൽ. അവനും ആ ഓർമ്മകളിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ കാണുന്നത് ആ കാലമാണ്. 2009 ആഗസ്റ്റ് മാസത്തിലാണ് അച്ഛന് ട്രാൻസ്ഫർ ആയതിനാൽ ദിങ്ഷിയാനും കുടുംബവും അതുവരെ താമസിച്ചിരുന്ന കേഷൻ സിറ്റി വിട്ട് ഷെൻഹായ് എന്ന പുതിയ പട്ടണത്തിലേക്ക് വരുന്നത്. സാധനങ്ങളുമായി പുതിയ വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ റോഡിൽ നിന്ന് 2 ആൺകുട്ടികളെ അവൾ ചെറുതായി ശ്രദ്ധിക്കുന്നുണ്ട്. ദിങ്ഷിയാൻ ഒട്ടും കുരുത്തക്കേടില്ലാത്ത ഒരു അനിയനുണ്ട്, ജെങ്കോങ്. രണ്ടുപേരും തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെയാണ്. അകത്തേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നതിനിടയിൽ അമ്മ അവരോട് രണ്ടുപേരോടും ഒരു മുറി ഷെയർ ചെയ്യാൻ പറഞ്ഞെങ്കിലും പറ്റില്ല എന്ന് രണ്ടുപേരും ഒരുപോലെ മറുപടി നൽകുന്നു. അതിലെ അവരുടെ ഒരുമ അമ്മയെ പോലും അമ്പരപ്പിച്ചു. ഞാനിപ്പോൾ വളർന്നില്ലേ, എനിക്ക് ഒറ്റയ്ക്കൊരു മുറി വേണം. അവൻ്റെ ഒപ്പം മുറിയിൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഇവിടെ സ്ഥലക്കുറവാണെങ്കിൽ ഞാൻ സ്കൂൾ ഹോസ്റ്റലിലേക്ക് താമസിച്ചോളാം എന്നവൾ പറയുന്നു. ഇത്ര വലിയ വീടുണ്ടായിട്ട് നിനക്കിനി ഹോസ്റ്റലിൽ കൂടി കാശ് കളയണോ? നമ്മൾ അത്രയ്ക്ക് പണക്കാരാണോ എന്നൊക്കെ ചോദിച്ച അമ്മ അവളെ വഴക്ക് പറഞ്ഞപ്പോൾ അച്ഛൻ അവിടേക്ക് വന്ന് ഇവിടുന്ന് ഒരു ചെറിയ മുറി കൂടി ഉണ്ടല്ലോ, അത് ഉപയോഗമില്ലാത്ത ഇരിക്കുകയല്ലേ, അത് ബെഡ്റൂമാക്കി ചേഞ്ച് ചെയ്ത് അവൾക്ക് കൊടുക്കാൻ പറയുന്നു. അമ്മ അത് സമ്മതിച്ചിട്ട് ഏത് മുറിയാണ് ഓരോരുത്തർക്കും വേണ്ടത് എന്ന് രണ്ടുപേരോടും സെലക്ട് ചെയ്തോളാൻ പറയുന്നു. ഷിയാൻ സന്തോഷത്തോടെ ഒരു മുറിയുടെ വാതിക്കലേക്ക് ചെന്ന് നോക്കിയിട്ട് എനിക്കിത് മതി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കും അത് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജെങ്കോങ് ഓടി വന്ന് അവളെ പുറകിൽ നിന്ന് തള്ളുന്നു. അപ്രതീക്ഷിതമായിരുന്നുകൊണ്ട് അവൾ മുന്നോട്ടാഞ്ഞ് നെറ്റി വാതിൽക്കൽ പോയി ഇടിക്കുന്നുണ്ട്. അവൾക്ക് നന്നായി വേദനിക്കുന്നു. നെറ്റിയും തപ്പി പിടിച്ചുകൊണ്ട് നീ എന്തിനാണ് ഞാൻ തള്ളിയത്? ഇനി എന്തായാലും ഞാൻ ഈ റൂം നിനക്ക് തരില്ല, അല്ലെങ്കിൽ തന്നെ ചെറിയ കുട്ടിയെ നിനക്ക് എന്തിനാണ് ഇത്ര വലിയ മുറി എന്നൊക്കെ പറഞ്ഞവൾ അനിയനോട് വഴക്കുണ്ടാക്കുന്നു. പക്ഷേ അവനും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. എനിക്ക് ആ മുറി തന്നെ മതി എന്ന് പറഞ്ഞവൻ വാശി പിടിക്കുന്നു. മിക്ക വീടുകളിലും സംഭവിക്കാറുള്ളതുപോലെ തന്നെ അമ്മ ഇളയ മകന് വക്കാലത്തുമായി എത്തുന്നു. നീ വലിയ കുട്ടിയല്ലേ, നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുമല്ലോ. നിന്റെ അനിയനെ വഴക്കുണ്ടാക്കാതെ ആ മുറി അവന് തന്നെ കൊടുത്തേക്കെന്ന് അവർ പറയുന്നു. അച്ഛൻ പക്ഷേ അവളുടെ നെറ്റിലെ മുറിവിൽ മരുന്ന് വയ്ക്കാനായി മരുന്ന് വെട്ടി എവിടെയാണ് വെച്ചത് എന്ന് അമ്മയോട് ചോദിക്കുന്നു.
അവിടെ എവിടെയെങ്കിലും കാണും, നോക്കിയെടുക്കാൻ പറഞ്ഞതല്ലാതെ അമ്മ അത്ര കെയർ ചെയ്യുന്നില്ല. മുറിയും പോയി, വേദനയും അനുഭവിക്കണമല്ലോ എന്ന് ചിന്തിച്ച് അവൾ സോഫയിലേക്ക് ഇരുന്നിട്ട് ഒരു ചെറിയ കണ്ണാടിയിൽ നെറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കുന്നു. എങ്ങനെയുണ്ടെന്ന് അച്ഛൻ ചോദിക്കുന്നുമുണ്ട്. കുഴപ്പമില്ല എന്നവൾ പറഞ്ഞപ്പോൾ, കുഴപ്പമില്ലെങ്കിൽ വേഗം ഭക്ഷണം കഴിക്കാൻ പോകാൻ റെഡിയാവാൻ നോക്ക്, അവർ നമ്മളെ നോക്കിയിരിക്കുകയായിരിക്കും എന്ന് അമ്മ പറയുന്നു. ഞാൻ വരുന്നില്ല എന്നവൾ പറഞ്ഞെങ്കിലും അമ്മ വേഗം റെഡിയാവാൻ പറഞ്ഞവളെ വഴക്ക് പറയുന്നു. ഷിയാന്റെ അച്ഛൻ്റെ പഴയ സുഹൃത്ത് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന കാര്യമാണ് അമ്മ സൂചിപ്പിച്ചത്. അവരാണ് ഇവർക്ക് താമസവും കുട്ടികളുടെ സ്കൂളിലെ കാര്യങ്ങളുമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. എല്ലാവരും കൂടി അവിടെ എത്തുന്നു. അവിടുത്തെ ആൻറ്റിയെ കണ്ടപ്പോൾ, ഇതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ള ആൻറ്റി എന്ന് ഷിയാന്റെ അമ്മ അവൾക്ക് പരിചയപ്പെടുത്തുന്നു. അമ്മ ഇതുവരെ അങ്ങനെ ആരുടെയും കാര്യം പറഞ്ഞിട്ടേ ഇല്ലല്ലോ എന്ന് ഷിയാൻ മനസ്സിൽ ചിന്തിച്ചെങ്കിലും, നിനക്ക് ഓർമ്മയില്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ, യൗവനത്തിലെ തിളപ്പിന്റെ ആദ്യ ലക്ഷണം മുഖത്ത് നോക്കി കള്ളം പറയാൻ പഠിക്കുക എന്നാണ് എന്ന് മനസ്സിൽ ചിന്തിച്ച് അവൾ ആൻറ്റിയെ നോക്കി ചിരിച്ചുകൊണ്ട്, അതെ അമ്മ പറഞ്ഞ് ഞാൻ ആൻറ്റിയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് അവൾ പറയുന്നു. വിശേഷങ്ങൾ പങ്കുവെച്ച് അകത്തേക്ക് കയറിക്കൊണ്ട് അവർ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ആൻറ്റി അവിടുത്തെ മകനെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. ഈ ആൻറ്റിയെയും അങ്കിളിൻ്റെയും മകനാണ് നമ്മൾ ആദ്യം കണ്ട നമ്മുടെ ഹീറോ ഷോസിയെ. ആൻറ്റി അവനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ അന്ന് അവനൊപ്പം കളിക്കാനായി അവിടെ എത്തിയ അവൻ്റെ കൂട്ടുകാരനാണ് ആദ്യം പുറത്തേക്ക് വന്നത്. ആൻറ്റി അവരെ ഷിയാൻ്റെ കുടുംബത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഷോസിയെ ഉറക്കമാണ് എന്നറിഞ്ഞപ്പോൾ ഉറക്കം മതിയാക്കി എഴുന്നേറ്റ് വരാൻ പറഞ്ഞ ആൻറ്റി അവനെ വീണ്ടും വിളിക്കുന്നു. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ഷിയാനും സിയയും ആദ്യമായി കാണുന്നത്. ആദ്യമായാണെന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല. കുട്ടിക്കാലത്ത് അവർ പരസ്പരം കണ്ടിട്ടുണ്ട്. മുതിർന്ന ശേഷം ആദ്യമായാണ് കാണുന്നത്. അതിനെക്കുറിച്ച് രണ്ടുപേരുടെയും അമ്മമാർ പറയുന്നുണ്ട്. ഷിയാൻ്റെ അമ്മ മകളെക്കുറിച്ച് പൊങ്ങച്ചം പറയുന്നതിൽ ഒട്ടും പുറകിലല്ലായിരുന്നതിനാൽ, എൻ്റെ മകൾ നന്നായി പഠിക്കും, രാത്രി 2 മണി വരെയൊക്കെ അവൾ ഉറക്കമുളച്ചിരുന്ന് പഠിക്കാറുണ്ട് എന്നൊക്കെ അവളുടെ അമ്മ തട്ടുവിടുകയാണ്. സീനിയർ ഹൈസ്കൂൾ എൻട്രൻസ് എക്സാമിന് നല്ല റാങ്ക് ഉണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് ആൻറ്റി പറഞ്ഞപ്പോൾ, 695ാമത്തെ റാങ്കായിരുന്നു, അതത്ര നല്ല റാങ്കൊന്നുമല്ല എന്ന് ഷിയാൻ പറയുന്നു. സിയുടെ കൂട്ടുകാർ അത് കേട്ടപ്പോൾ അവളെ അർത്ഥം വെച്ച് പരസ്പരം നോക്കി കളിയാക്കുന്നുണ്ട്. ഷിയാൻ്റെ അമ്മ സിയയോട് മാർക്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവൻ നന്നായി പഠിക്കും എന്ന് പറഞ്ഞ് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്തപ്പോൾ അമ്മ അവരോടും മാർക്ക് ചോദിക്കുന്നു. കൂട്ടുകാർ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പെട്ടെന്ന് സിയ ഇടയ്ക്ക് കയറി, എന്തിനാ ആൻറ്റി മാർക്കൊക്കെ ചോദിക്കുന്നത്, മാർക്ക് എത്രയായാലും പാസ്സാകുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നു. അത് ശരിയാണ്, ഞാൻ ഷിയാനോടും അങ്ങനെ പറയാറുണ്ടെങ്കിലും അവൾക്ക് ആരുടെയും പുറകിലാകുന്നത് ഇഷ്ടമല്ല, അവൾ മടിയില്ലാതെ ഇത് പഠിക്കും എന്ന് പറഞ്ഞ് അമ്മ പിന്നെയും മകളെ പുകഴ്ത്തുകയാണ്. ആൻറ്റിയുടെ തള്ളുകേട്ട് സിയയും കൂട്ടുകാരും ചിരിയടക്കാൻ പാടുപെടുന്നു. ഷിയാനാണെങ്കിൽ അവരുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ മുഖം കുറിച്ചിരിക്കുകയാണ്. ആൻറ്റി പുകഴ്ത്തലൊക്കെ കഴിഞ്ഞ് സിയയ്ക്ക് ഒരു ഉപദേശം കൂടി നൽകുന്നുണ്ട്. നിനക്ക് പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഷിയാനോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളാൻ അവർ പറഞ്ഞപ്പോൾ സിയെ വിനയത്തോടെ അത് സമ്മതിക്കുന്നു. അപ്പോൾ ദേ വരുന്നു ഷിയാൻ്റെ അമ്മയുടെ വക അടുത്ത പണി. അല്ലെങ്കിൽ നിങ്ങളിനി കുറച്ചുകൂടി അടുക്കുന്നതാണ് നല്ലത്, നിങ്ങളുടെ വിവാഹം കുട്ടിക്കാലത്ത് തന്നെ നിങ്ങളുടെ മുത്തശ്ശന്മാർ തീരുമാനിച്ചതാണല്ലോ എന്നവർ പറയുന്നത് കേട്ട് സിയയും ഷിയാനും കൂട്ടുകാരുമെല്ലാം ഞെട്ടുന്നുണ്ട്. നീ ഇപ്പോൾ എന്തിനാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ച് ഭർത്താവ് കുറ്റപ്പെടുത്തിയപ്പോൾ, സംസാരത്തിനിടയിൽ അറിയാതെ വന്നു പോയതാണ് എന്നവർ പറയുന്നു. സിയയുടെ അച്ഛനും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഇത് ശരിക്കും ഉള്ളത് തന്നെയാണല്ലോ, അതുകൊണ്ട് പറയുന്നതിൽ തെറ്റില്ല, പക്ഷേ ഇപ്പോൾ വിവാഹകാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കാൻ അവർക്ക് പ്രായമായിട്ടില്ലല്ലോ, അവർ കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. തങ്ങളെ വിവാഹം കഴിപ്പിക്കാനാണ് പ്ലാൻ എന്ന് കേട്ടപ്പോഴേക്കും സിയയും ഷിയാനും പരസ്പരം ഒന്നുകൂടി നോക്കുന്നുണ്ട്. സിയ പെട്ടെന്ന് ഈ നിശ്ചയത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചത് കേട്ട് എല്ലാവരും ഒന്ന് നിശബ്ദരാകുന്നു. ആൻറ്റി ഒരു തമാശ പറഞ്ഞതല്ലേ, നീ അത് സീരിയസ് ആക്കി എടുത്തോ എന്ന് അവൻ്റെ അച്ഛൻ ചോദിച്ചപ്പോൾ, ഞാനും തമാശ പറഞ്ഞതാണ്, സീരിയസ് ആക്കണ്ട എന്ന് പറഞ്ഞവൻ ചിരിക്കുന്നു. എല്ലാവരും ചിരിച്ചപ്പോൾ ഷിയാൻ മാത്രം നിന്നെ ആർക്ക് വേണം എന്ന് പിറുപിറുക്കുന്നുണ്ട്. സംഭാഷണം വീണ്ടും തുടരുന്നതിനിടയിൽ സിയയും ഫ്രണ്ട്സും വയറ് നിറഞ്ഞു എന്ന് എക്സ്ക്യൂസ് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. ഈ പ്രായത്തിലുള്ള ആൺപിള്ളേരെല്ലാം ഇങ്ങനെയാണ് എന്ന് സിയയുടെ അമ്മ പറയുന്നുണ്ട്. കോങ്ങിന് ഒന്നിന് പോകണമെന്ന് പറഞ്ഞ് ചേച്ചിയെ കൂട്ടിന് വിളിച്ചുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് പോകുന്നു. അവനെ ബാത്റൂമിലാക്കി പുറത്തു നോക്കുമ്പോൾ അടുത്ത മുറിയിൽ നിന്ന് സിയയുടെ ഫ്രണ്ട്സ് അവളുടെ അമ്മ പറഞ്ഞതെല്ലാം അനുകരിച്ച് അവളെ പരിഹസിക്കുന്നത് കേട്ട് അവൾ വാതിലിനടുത്തേക്ക് ചെല്ലുന്നു. അവളുടെ നെറ്റിയിൽ ഇടികൊണ്ട് മുഴിച്ചിരുന്നതിനെ കളിയാക്കിക്കൊണ്ട് അവൾക്ക് അവർ കുട്ടിഭൂതം എന്ന് പേരും ഇടുന്നുണ്ട്. നിന്റെ ഫിയാൻസിയെ ഇഷ്ടപ്പെട്ടോ എന്ന് സിയയോട് കളിയാക്കി ചോദിച്ചപ്പോൾ അവൻ കൂട്ടുകാരനെ ഒന്ന് ചവിട്ട് കൊടുത്തിട്ട് ഈ വർത്തമാനം മതിയാക്കാൻ പറയുന്നു. ആ സമയത്താണ് ബാത്റൂമിൽ ഇരുന്നു കൊണ്ട് കോങ് ചേച്ചിയെ ടോയ്ലറ്റ് പേപ്പർ തീർന്നു എന്ന് വിളിച്ചു പറഞ്ഞത്. അവൾ പുറത്ത് നിൽപ്പുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്നു. നമ്മൾ പറഞ്ഞതൊക്കെ അവൾ കേട്ട് കാണുമായിരിക്കുമോ എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷിയാൻ അവരുടെ വാതിലിൽ മുട്ടുന്നു. അവളെല്ലാം കേട്ടു എന്നവർക്ക് ഉറപ്പാകുന്നു. ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ അവനോട് തന്നെ പോയി വാതിൽ തുറക്കാൻ സിയ പറയുന്നു. നീയല്ലേ തെറ്റ് ചെയ്തത്, നീ തന്നെ തിരുത്തിയാൽ മതി എന്ന് പറഞ്ഞ് മറ്റു രണ്ടുപേരും അവനെ കൈയൊഴിയുന്നു. വേറെ വഴിയില്ലാതെ അവൻ എഴുന്നേറ്റ് പോയി വാതിൽ തുറക്കുന്നു. മുന്നിൽ നിൽക്കുന്ന ഷിയാനെ കണ്ടപ്പോൾ കുട്ടിഭൂതം എന്നാണ് അവൻ്റെ വായിൽ ആദ്യം വന്നത്. പെട്ടെന്ന് തിരുത്തി സുന്ദരിക്ക് എന്ത് സഹായമാണ് വേണ്ടത് എന്നവൻ ചോദിക്കുന്നു. ടോയ്ലറ്റ് പേപ്പർ തീർന്നു, ഇവിടെ എക്സ്ട്രാ ഇരിപ്പുണ്ടോ എന്ന് മറ്റൊന്നും കേട്ടില്ല എന്ന മട്ടിൽ ചോദിക്കുന്നു. അവൻ ചമ്മലോടെ അകത്തേക്ക് പോയപ്പോൾ സിയ ടോയ്ലറ്റ് പേപ്പറും എടുത്ത് പുറത്തു വന്ന് അവൾക്ക് നൽകുന്നു. അവൾ അതും വാങ്ങി തിരികെ നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പുറകിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഷിയാൻ അതിന് മറുപടി നൽകാതെ ഞാൻ വിവാഹ നിശ്ചയത്തിൽ നിന്ന് പിന്മാറിയാൽ നിനക്ക് സന്തോഷമാകുമോ എന്ന് ചോദിക്കുന്നു. അവൻ അതേ എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ
ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞവൾ തിരിഞ്ഞു നടക്കുന്നു. നടക്കുമ്പോൾ യൗവനത്തിലെ തിളപ്പിൻ്റെ രണ്ടാമത്തെ ലക്ഷണം എതിരാളിയെ ഒരിക്കലും തൃപ്തനാക്കില്ല എന്നതാണ് എന്നവൾ മനസ്സിൽ പറയുന്നുണ്ട്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇത്ര നല്ല അവസരം കിട്ടിയിട്ട് സിയയോട് നിനക്ക് കൂടുതൽ സംസാരിക്കാൻ ശ്രമിച്ചുകൂടായിരുന്നു, അല്ലെങ്കിലും നിങ്ങൾ അച്ഛനും മകളും ഒട്ടും സമൂഹമായി ഇടപെടാൻ അറിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ അമ്മ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഷിയാൻ അതൊന്നും കേട്ട മട്ട് കാണിക്കാതെ നെറ്റിലെ മുറിവിന് മരുന്ന് വാങ്ങാനെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. അച്ഛൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞെങ്കിലും തനിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞവൾ പോകുന്നു. ഇതേസമയം സിയയുടെ കൂട്ടുകാരൻ്റെ കാൽ വിളിക്കുന്നതിനാൽ അവനെ ഡോക്ടറെ കാണിക്കാനായി സിയയും കൂടെ ചെല്ലുന്നു. കാലിൽ ഡോക്ടർ തടവി ഞരമ്പ് നേരെ പിടിച്ചിടാൻ ശ്രമിക്കുമ്പോൾ വേദന കൊണ്ട് അവൻ കൂട്ടുകാരെ മുറുക്കെ പിടിക്കുന്നുണ്ട്. അവിടെ തന്നെയാണ് മരുന്ന് വാങ്ങാനായി ഷിയാനും എത്തിയത്. സിയയും സംഘവും അകത്തായതിനാൽ അവർ തമ്മിൽ കാണുന്നില്ല. ഷിയാനെ കണ്ടപ്പോഴേ സ്റ്റുഡൻ്റ് ആണെന്ന് മനസ്സിലായതിനാൽ ക്ലാസ് തുടങ്ങാറായതുകൊണ്ട് മിക്ക കുട്ടികളും വാങ്ങാറുള്ള ഓർമ്മശക്തി കൂട്ടാനുള്ള മരുന്നിനാണ് അവൾ വന്നത് എന്ന് കരുതി അയാൾ ആ മരുന്നെടുത്ത് അവളെ കാണിക്കുന്നു. ഞാനിത് വാങ്ങാൻ വന്നതല്ല എന്ന് പറഞ്ഞ് അവൾ നെറ്റിയിൽ മുഴച്ചിരിക്കുന്നത് ആ ഡോക്ടറെ കാണിക്കുന്നു. അയാൾ വേറൊരു മരുന്നെടുത്ത് അവളെ കാണിച്ചിട്ട് ഇപ്പോൾ തന്നെ ഇത് കുറച്ച് പുരട്ടിക്കോ എന്ന് പറഞ്ഞ് അത് തുറക്കുന്നു. അകത്ത് നിൽക്കുകയായിരുന്ന സിയെ ഈ സമയം ബില്ലടയ്ക്കാനായി പുറത്തേക്ക് വരുന്നു. അവളെ അവിടെ കണ്ടപ്പോൾ അവൻ എന്തിനു വന്നതാണ് എന്ന് അന്വേഷിക്കുന്നു. നെറ്റിലെ മുഴ വലുതായി വരികയാണല്ലോ എന്നവൻ ചോദിച്ചപ്പോൾ നിന്നോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു പോകാൻ തുടങ്ങുന്നു. മരുന്ന് കുപ്പി പൊട്ടിച്ചതിനാൽ പണം നൽകാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ അവളെ വിളിച്ചു നിർത്തുന്നു. അതിൻ്റെ വില കേട്ടപ്പോൾ ഷിയാൻ അമ്പരപ്പോടെ ഞങ്ങളുടെ നാട്ടിൽ ഈ മരുന്നിന് ഇതിൻ്റെ 4 വില പോലും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു. അവളുടെ കയ്യിലെ പണം അതിന് തികയാത്തതിനാൽ ഞാൻ പകുതി മരുന്ന് വാങ്ങിയാൽ മതിയോ എന്നവൾ ചോദിച്ചെങ്കിലും അത് പറ്റില്ല എന്നയാൾ പറയുന്നു. ഇതെല്ലാം കണ്ട് മിണ്ടാതെ നിൽക്കുകയായിരുന്ന സിയെ പണം ഞാൻ തരാമെന്ന് പറഞ്ഞ് മസാജിൻ്റെ പണവും അവളുടെ മരുന്നിൻ്റെ പണവും നൽകുന്നു. അടുത്ത ആഴ്ചത്തെ എൻ്റെ പോക്കറ്റ് മണി കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തന്നോളാം എന്നവൾ അവനോട് പറഞ്ഞപ്പോൾ ഇതിന് പകരമായി ഇപ്പോൾ എനിക്കൊരു ട്രീറ്റ് ചെയ്താൽ മതി എന്നവൻ പറയുന്നു. അത് സംബന്ധിച്ചുകൊണ്ട് എന്താണ് നിനക്ക് കഴിക്കാൻ വേണ്ടത് എന്നവൾ ചോദിക്കുന്നു. ഒരു വലിയ മീൽ തന്നെ ആവാം എന്ന് പറഞ്ഞവൻ മുന്നോട്ട് നടക്കുമ്പോൾ അവൾ പുറകെ ചെല്ലുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.